ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ വാട്സ് വിത്ത് മീ ആരതി. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പോസ്റ്റ് ചെയ്ത പ്രഗ്നൻസി അതുപോലെ പ്രഗ്നൻസി ജേണിയുടെയും ജെൻഡർ റിവീലിങ്ങിൻ്റെയും ഒക്കെ വീഡിയോയിൽ അത്യാവശ്യം നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെലിവറി സ്റ്റോറി പറയാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആ ഡെലിവറി സ്റ്റോറി പറയാൻ ചോദിച്ച ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡെലിവറി സ്റ്റോറി എന്ന് പറയുമ്പോൾ എനിക്ക് രണ്ട് എക്സ്പീരിയൻസ് പറയാനുണ്ട്. രണ്ടും സിസേറിയൻ ആയിരുന്നെങ്കിലും രണ്ടും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ചെയ്തതല്ല രണ്ടാമത്തെ ഡെലിവറിക്ക് എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്തേത് കണ്ടിട്ട് ഓക്കെ ആണ് എന്നുള്ള ആൾക്കാർ സെക്കൻഡ് വീഡിയോ കാണുക, അല്ലെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെറൈറ്റി വീഡിയോസ് പുറകെ വരുന്നുണ്ടാകും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ചെക്കപ്പിന് ചെല്ലുന്ന സമയത്ത് തന്നെ ഡോക്ടർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമൽ ഡെലിവറി ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം കുട്ടിക്ക് വെയിറ്റ് കൂടുതലാണ്, 3.5 കിലോയുടെ അടുത്ത് വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ ഡെലിവറി ആവാനുള്ള ചാൻസ് കുറവാണ്, സിസേറിയൻ ആയിരിക്കും എന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞതുകൊണ്ട് നമ്മളത് പ്രീ പ്ലാൻ ചെയ്തിട്ടാണ് പോയത് ഹോസ്പിറ്റലിലോട്ട്. അപ്പോൾ 15-ാം തീയതിയാണ് സിസേറിയൻ ആണെങ്കിൽ നമുക്ക് പെയിൻ വരുമെന്ന് നോക്കാം, ഇല്ലെങ്കിൽ 15-ാം തീയതി സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ജൂൺ 14-ാം തീയതി നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. അപ്പോൾ ആ ഒരു ഡെലിവറിക്ക് നമ്മൾ വാർഡായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ 14-ാം തീയതി രാവിലെ തന്നെ അഡ്മിറ്റായി വളരെ കൂളായിട്ട് തന്നെ നമ്മൾ നടന്നു. കാരണം എനിക്ക് പ്രത്യേകിച്ച് ആ ഒരു സമയത്തെ ഏജ് എന്ന് പറയുന്നത് 20 വയസ്സായിരുന്നു. അപ്പം എനിക്ക് പ്രത്യേകിച്ച് ഡെലിവറി നോർമലായാലും സിസേറിയൻ ആണെങ്കിലും എങ്ങനെയാണ് എന്താണ് അതിനെപ്പറ്റി ഒരു അറിവും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് പ്രത്യേകിച്ച് ആ സമയത്ത് അഡ്മിറ്റായ സമയത്ത് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ വളരെ കൂളായിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര എന്താ പറയുക ഭയങ്കര പ്രഹസനമായിരുന്നു. കാരണം ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞായിരുന്നു നടന്നോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര നടത്തവും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടും പക്ഷെ എനിക്ക് പെയിനും കാര്യങ്ങളും ഒന്നും വന്നില്ല. ഞാൻ അതുപോലെയൊക്കെ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ അന്ന് രാത്രി 14-ാം തീയതി രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ചെറിയ രീതിയിലൊരു ഈ പീരീഡ്സ് ക്രാംസ് ഒക്കെ വരുന്നത് പോലെ ചെറിയ രീതിയിലൊരു പെയിൻ വന്നു. അപ്പോൾ ജസ്റ്റ് സിസ്റ്ററിനോട് പറഞ്ഞ സമയത്ത് സിസ്റ്റർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഡെലിവറിയുടെ പെയിൻ ആണെന്ന് തോന്നുന്നു, നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അന്ന് രാത്രി ഒരു ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ടാബ്ലറ്റ് കഴിച്ചിട്ട് കിടന്നു ഉറങ്ങി. അപ്പോൾ എന്നോട് പറഞ്ഞു രാവിലെ 6 മണിയാകുമ്പോഴത്തേക്കും ലേബർ റൂമിലേക്ക് പോരെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മരുന്നൊക്കെ കഴിച്ച് കിടന്നു. പക്ഷേ എനിക്ക് ആ ഒരു ചെറിയ പെയിൻ അല്ലാതെ അതിൽ കൂടുതലായിട്ടുള്ളൊരു പെയിനൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ രാവിലെ 6 മണിയായപ്പോൾ തന്നെ നമ്മൾ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട്, വൈറ്റ് മുണ്ട്, വൈറ്റ് ഷർട്ട്, തോർത്തൊക്കെ ഇട്ടിട്ട് രണ്ട് സൈഡിലും സ്കൂളിൽ പോകുന്ന പോലെ തലമുടിയൊക്കെ പിന്നി കെട്ടി നമ്മൾ രാവിലെ തന്നെ ലേബർ റൂമിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വയറ് ക്ലീൻ ചെയ്യാൻ എനിമ തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഇഞ്ചെക്ഷൻസും പിന്നെ മരുന്നുകളും ഒക്കെ എനിക്ക് തന്നു. പക്ഷേ എന്നാലും എനിക്ക് ഈ പറയുന്ന ഇടയ്ക്ക് ചെറിയൊരു പീരീഡ്സിൻ്റെ പെയിൻ വരുന്നതല്ലാതെ, പീരീഡ്സിൻ്റെ പോലത്തെ പെയിൻ വരുന്നതല്ലാതെ അതിൽ കൂടുതലൊരു പെയിൻ ഒന്നും വന്നില്ലായിരുന്നു. അപ്പം ഡെലിവറിയുടെ പെയിൻ എന്താണെന്ന് എനിക്ക് അറിയില്ലാത്തത് കൊണ്ട് അത് തന്നെയാണോ എന്നും എനിക്ക് ഉറപ്പില്ല. അപ്പോൾ അങ്ങനെ ചെറിയൊരു പെയിൻ ആയിരുന്നു. അങ്ങനെ കുറേ നേരം ഡോക്ടർ നടന്നോളാൻ പറഞ്ഞു. പക്ഷെ നടന്നിട്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു ചേഞ്ചും വന്നില്ല. ഞാൻ എന്താണ്ട് ഈ പൂരം കാണാൻ പോയ പോലെ ഹോസ്പിറ്റൽ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. പക്ഷെ അതിലൊന്നും ഒരു പെയിനോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കൂടി വന്നില്ല. അങ്ങനെ ഒരു ഉച്ചയാവാറായപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു നമുക്ക് ലേബർ റൂമിലേക്ക് കയറാം, ഇനി പുറത്ത് നിൽക്കണ്ട, ലേബർ റൂമിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ലേബർ റൂമിലേക്ക് എന്നെ കൊണ്ടുപോയി. ലേബർ റൂമിൽ ഞാൻ മാത്രമായിരുന്നില്ല, വേറെ 2 ചേച്ചിമാരും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സെൻറ്ററിലെ ബെഡിലാണ്. ഞാൻ വലത് സൈഡിലേക്ക് നോക്കിയാലും ഇടത് സൈഡിലേക്ക് നോക്കിയാലും ഓരോരുത്തരും എൻ്റെ അപ്പുറം ഇപ്പുറം ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ അലമുറയിട്ടാണ് കരഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഒരു ചേച്ചിയുടെ ഡെലിവറി സെക്കൻഡ് ഡെലിവറി ആയിരുന്നു, മറ്റു ചേച്ചിയുടെ ഫസ്റ്റ് ഡെലിവറി ആയിരുന്നു. പക്ഷേ എന്നെക്കാളും കുറച്ചും കൂടി ഏജ്ഡ് ആയിരുന്നു അവർ. ആ ചേച്ചിക്ക് 24-25 എങ്ങാണ്ട് ഏജ് ഉണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് 20 ആയിരുന്നു ഏജ് ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, അങ്ങനെ ലേബർ റൂമിലേക്ക് കയറുന്ന ഒരു മൊമെൻറ്റ് വരെ എനിക്ക് അങ്ങനെ വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പേടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ലേബർ റൂമിലേക്ക് കയറി അവരുടെ ഒപ്പം ഒരു പെയിനും വന്നില്ലെങ്കിലും എന്നെ വെറുതെ പിടിച്ച് കിടത്തി. പക്ഷെ ഞാൻ വലത്തേക്ക് നോക്കുമ്പോഴും ആ ചേച്ചി കരയുന്നു, ഇടത്തോട്ട് നോക്കുമ്പോഴും ആ ചേച്ചി എന്നെ സിസേറിയൻ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അതുപോലെ തന്നെ അപ്പുറം കിടക്കുന്ന പെൺകൊച്ചും എന്നെപ്പോലെ തന്നെ എന്താ പറയേണ്ടതെന്ന് അറിയാതെ അതും ഭയങ്കര കരച്ചിലായിരുന്നു.
അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് പെട്ടിട്ട് ഞാൻ ശരിക്കും ഫ്രീസായി ഇങ്ങനെ മരവിച്ചിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ എൻ്റെ ഫേസ് കണ്ടപ്പോൾ തന്നെ ഡോക്ടർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. എൻ്റെ കിളി മൊത്തത്തിൽ പോയിരിക്കുക എന്നുള്ള കാര്യം ഡോക്ടർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ ഡോക്ടർ പതിയെ സിസ്റ്ററിനോട് പറഞ്ഞു, ഇനി അവളിവിടെ നിർത്തണ്ട, ജസ്റ്റ് പുറത്തോട്ട് ഇറക്കിക്കോ, കാരണം അവളിനി ഈ പ്രദേശത്തേക്ക് വരാൻ ചാൻസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നത്, ഇവരെന്തിനാ ഇങ്ങനെ കരയുന്നത്? ഇവർക്ക് ഇത്രമാത്രം പെയിൻ ആണോ ഡെലിവറിയുടെ പെയിൻ? ഇവർക്ക് മിണ്ടാതിരുന്നൂടെ? ആൾക്കാരൊക്കെ കേൾക്കില്ലേ? എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത്. ഇവർക്ക് കുറച്ച് സൈലൻ്റ് ആയിട്ട് ഇരുന്നൂടെ? സഹിക്കാൻ പറ്റുന്ന വേദനയല്ലേ ഉള്ളൂ എന്നൊക്കെയുള്ള ഒരു തോട്ടായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഡെലിവറിയുടെ പെയിൻ എന്നുള്ളത് അത് എത്രമാത്രം ഉണ്ടെന്നുള്ളത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയില്ല. കാരണം ഞാനവിടെ വെറുതെ ഡെലിവറിയുടെ ഉള്ളിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയ പോലെ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ട് എന്നെ പുറത്തോട്ട് ഇറക്കി. പക്ഷേ പുറത്തോട്ട് ഇറങ്ങി വന്ന ഹസ്ബൻഡിനെ കണ്ടതോട് കൂടിയിട്ട് എനിക്ക് എന്താ പറയുക, ഉള്ളിൽ ചേച്ചിമാർ കരയുന്നതും കൂടി കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഫുള്ള് ഞാൻ ഔട്ട് ഓഫ് കൺട്രോളായി. എനിക്ക് ഭയങ്കര രീതിയിൽ ടെൻഷൻ വന്നു. ഞാൻ അപ്പം മുതൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇങ്ങനെ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് സിസേറിയൻ മതി, സിസേറിയൻ മതി, എന്നെ സിസേറിയൻ ചെയ്യാൻ പറ, എനിക്ക് നോർമൽ വേണ്ട, നോർമൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നു. പക്ഷേ അന്ന് ആ ഒരു ഫസ്റ്റ് ഡെലിവറി എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ, അമ്മയുടെ അമ്മ, അനിയത്തിമാർ, ചിറ്റ, ശരിക്കും ഞങ്ങളൊരു കല്യാണം കൂടാൻ പോയ പോലെ എല്ലാവരും ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് അതും ഒരു ഷൈ ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. എന്നാലും ആ ഒരു സമയത്ത് എൻ്റെ ഒരു ടെൻഷൻ കാരണം അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല. അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ അടുത്ത്, വേണ്ട സിസേറിയൻ വേണ്ട, നമുക്ക് നോർമൽ മതി, സിസേറിയൻ ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും, അങ്ങനെയാണെങ്കിൽ. പക്ഷെ അതൊന്നും ആ സമയത്ത് എനിക്ക് എനിക്ക് കേൾക്കാനുള്ള ഇതുണ്ടായിരുന്നില്ല. എനിക്ക് സിസേറിയൻ മതി മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഹസ്ബൻഡ് സത്യത്തിൽ പെട്ട അവസ്ഥയാണ്. കാരണം ഒരു സൈഡിൽ നിന്ന് എല്ലാവരും നോർമൽ മതി, നോർമൽ മതി എന്ന് പറയുന്നു, ഞാനാണെങ്കിൽ ഇവിടുന്ന് സിസേറിയൻ ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ ഏകദേശം 4 മണി വരെ കയറ്റും ഇറക്കും, കയറ്റും ഇറക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ എന്നേക്കാൾ കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്ന അമ്മയ്ക്കായിരുന്നു. കാരണം ഡെലിവറിയുടെ 2 പെയിൻ അനുഭവിച്ചത് കൊണ്ടായിരിക്കാം അമ്മയ്ക്ക് ഏകദേശം ഞാനിത് താങ്ങുമോ എന്നുള്ള ഒരു ടെൻഷൻ കാരണമായിരിക്കാം എന്നേക്കാൾ കൂടുതൽ അമ്മയ്ക്കായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നത്. അമ്മ അപ്പോഴത്തേക്കും കുറേ വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തി. പക്ഷേ എനിക്ക് എന്നിട്ടും ഒരു ചേഞ്ചും ഉണ്ടായില്ല. അങ്ങനെ ലാസ്റ്റ് 4 മണിയായപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, നമുക്ക് സിസേറിയൻ ചെയ്യാം. ഫൈനലി ഡോക്ടർ തീരുമാനിച്ചു, നമുക്ക് ഇനിയിപ്പോൾ ഇവർക്ക് പെയിൻ വരുമെന്ന് തോന്നുന്നില്ല, അപ്പോൾ നമുക്കിനി സിസേറിയൻ ചെയ്യാമെന്ന് ഡോക്ടർ കൺഫേം ചെയ്ത് പറഞ്ഞു. പക്ഷേ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ആശ്വാസമായി. കാരണം ഇനിയിപ്പോൾ നോർമലിൻ്റെ പെയിൻ അനുഭവിക്കേണ്ടല്ലോ, ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള ഇതിൽ ഞാൻ ഭയങ്കര സന്തോഷമായിട്ട്, ഭയങ്കര ഫ്രീ ആയിട്ട്, ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പ്രത്യേകം അസിസ്റ്റൻ്റിൻ്റെ അടുത്ത് പറഞ്ഞു, ഇവൾ പറഞ്ഞിട്ടല്ല നമ്മൾ സിസേറിയൻ ചെയ്യുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് അവരുടെ ഫാമിലിയുടെ അടുത്ത് പറയണം. ഇല്ലെങ്കിൽ ചിലപ്പം ഇവൾ പറഞ്ഞിട്ടാണ് സിസേറിയൻ ചെയ്യുന്നത് എന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ക്ലിയർ ആക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർക്ക് അതൊക്കെ വന്നെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞൊക്കെ കൊടുത്തു. കാരണം കൊച്ചിന് വെയിറ്റ് കൂടുതലായതുകൊണ്ട് എനിക്ക് നോർമൽ ഡെലിവറി ആവില്ല, പെയിൻ വരില്ല എന്ന് നമ്മൾ മാക്സിമം നോക്കി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിന് ശേഷം ചടപടയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നായിരുന്നു. 4 മണിക്ക് ഡോക്ടർ അത് വന്ന് പറഞ്ഞു. 4:30 ആയപ്പോഴത്തേക്കും എൻ്റെ സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തു. 4:30-ക്കായിരുന്നു മോൻ്റെ ഡെലിവറി ടൈം, വൈകിട്ട് 4:30-ക്ക്. അപ്പോൾ അവൻ അത് കഴിഞ്ഞ് പിന്നെ എല്ലാം വളരെ ഫാസ്റ്റായിരുന്നു. അതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തതായിട്ട് അവരൊരു ടെസ്റ്റ് നമ്മുടെ സ്കിന്നിലൊരു ഇഞ്ചക്ഷൻ വെക്കും. എനിക്ക് അത് മാത്രമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നുള്ളൂ. കാരണം എനിക്ക് നന്നായിട്ട് വേദന എടുത്തു. അത് ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് എൻ്റെ മേലൊക്കെ പൂത്ത് കയറും. എനിക്ക് നല്ല രീതിയിൽ വേദന എടുത്തായിരുന്നു. പക്ഷെ അത് നമ്മൾ ആ വേദന എടുക്കും, ആ ഒരു ഇഞ്ചക്ഷൻ സ്കിന്നിൽ ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു വേദന വരുന്നത്. എന്നിട്ട് അവർ കുറേ വട്ടമൊക്കെ വരച്ചിട്ടിട്ട് പോയി. നമുക്ക് ചൊറിച്ചിലോ തടിപ്പോ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു വട്ടമൊക്കെ വരച്ചിട്ടിട്ടാണ് പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ലേബർ റൂമിലോട്ട് കയറി ഇഞ്ചക്ഷൻ വെച്ച് അനസ്തേഷ്യ തന്നതോ അതുപോലെ ട്യൂബ് ഇട്ടതോ ഇതൊന്നും ഞാൻ അറിഞ്ഞതേയില്ല. ഞാൻ സിസേറിയൻ ആണല്ലോ, നോർമലിൻ്റെ പെയിൻ നമുക്ക് അനുഭവിക്കേണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് തന്നെ അവർക്ക് കിടന്നു കൊടുത്തു. പക്ഷേ അതിലും വലുതെന്തോ വരാനിരിക്കുന്നുണ്ടെന്നുള്ള സത്യാവസ്ഥ ഞാൻ പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. അങ്ങനെ അവർ ട്യൂബൊക്കെ ഇട്ട് ഒക്കെ കഴിഞ്ഞ് എനിക്ക് ആകെ ഞാൻ ഫീൽ ചെയ്തത്, നമ്മൾ മരവിച്ചിരിക്കുന്ന സമയത്ത് നഖം കൊണ്ട് വരയ്ക്കുമ്പം നമുക്കൊരു വേദന വരും. അതുപോലെ തന്നെ വയറിൽ കീറുന്നത് എനിക്ക് വേദനിച്ചു. അപ്പം ഞാൻ ഒച്ചയെടുത്ത സമയത്ത് ഡോക്ടർ ചോദിച്ചു, എന്താ വേദന എടുത്തോ, മരവിച്ചില്ലേ, നീ കാലൊന്ന് പൊക്കിക്കേന്ന് പറഞ്ഞപ്പോൾ പൊക്കാൻ നോക്കിയപ്പോൾ കാലൊന്നും പൊങ്ങുന്നില്ല. പക്ഷെ എനിക്കത് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഡോക്ടർ വയറിങ്ങനെ കീറുന്നത്, ഇങ്ങനെ
ഇങ്ങനെ ഇതാക്കുന്നത്, അതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത്, നമ്മുടെ വയറിൽ ആരോ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഫീല് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് സ്റ്റിച്ചൊക്കെ ചെയ്തു, ക്ലീൻ ചെയ്തു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ പുറത്ത് നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആൾക്കാരെ കിടത്തുന്ന ഒരു റൂമുണ്ട്, അങ്ങടേക്ക് മാറ്റി. അപ്പോൾ എൻ്റെ സിസേറിയൻ നടക്കുന്ന സമയത്ത് എൻ്റെ ഒപ്പം ആ ലേബർ റൂമിൽ കയറി കരഞ്ഞുകൊണ്ടിരുന്ന ചേച്ചിമാർക്ക് 2 പേർക്കും നോർമൽ ഡെലിവറി നടന്ന് അവരെ അപ്പം തന്നെ അവരുടെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്നെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടത്തുന്ന റൂമിലേക്ക് മാറ്റി. അപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു, ഓ അവർ അവർ സമ്മതിക്കണം, എന്തോരം വേദനയാണ് സഹിച്ചത്, എനിക്കതൊന്നും ചെയ്യേണ്ടി വന്നില്ലല്ലോ, എന്നെ എന്തായാലും സിസേറിയൻ ചെയ്തല്ലോ, ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇരുന്നത്. പക്ഷേ സത്യാവസ്ഥ പിറ്റേ ദിവസമാണ് രാവിലെ ഞാൻ അറിഞ്ഞത്. നല്ല പിന്നീട് അങ്ങടേക്ക് നല്ല രസമുള്ള നിമിഷങ്ങളായിരുന്നു. കാരണം എന്നെ അങ്ങടേക്ക് മാറ്റിയ ശേഷം എനിക്കൊരു ഷിവറിങ് വന്നു. അത് എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ആ ഒരു വിറയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പുതപ്പിട്ട് പുതച്ചിട്ടും എനിക്ക് ആ വിറയൽ മാറുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് വന്നു, കയ്യിൽ പിടിച്ചു. അതുപോലെ ഞാനപ്പം ഹസ്ബൻഡിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് മോൻ, എങ്ങനെയുണ്ട്, സുന്ദരനാണോ എന്ന് മാത്രം ചോദിച്ചു. അത് ചോദിച്ചതും ഹസ്ബൻഡ് ഒരു ചിരി ചിരിച്ച് കണ്ണൊക്കെ നിറഞ്ഞ് നിൽക്കുന്നതും പുറത്തോട്ട് ഇറങ്ങി പോകുന്നതും മാത്രം ഞാൻ ഓർക്കുന്നുണ്ട്. അതോടുകൂടി എൻ്റെ ബോധം പോയി. ബോധം പോയിട്ട് പിന്നെ എൻ്റെ ബോധം വരുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. പിറ്റേ ദിവസം രാവിലെ ബോധം വന്നപ്പോഴും ഞാൻ ഈ ഒരു പെയിനിൻ്റെ കാര്യം ചിന്തിക്കുന്നില്ല. അപ്പോഴാണ് നമ്മൾക്ക് ഒരു ചേച്ചി വരും, നമ്മളിങ്ങനെ എഴുന്നേൽപ്പിച്ച് അവിടെ നിന്ന് റൂമിലേക്ക് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെ പാഡൊക്കെ ചേഞ്ച് ചെയ്യാനും നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റാനൊക്കെ വേണ്ടിയിട്ട് ഒരു ചേച്ചി വരും. ആ ചേച്ചി വന്ന് എന്നെ എഴുന്നേൽപ്പിക്കാൻ നോക്കിയപ്പോഴാണ് വേദന എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, അത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. അവിടെ നിന്ന് നമ്മൾ ശ്വാസം പോലും നമുക്ക് ഒരു ദീർഘശ്വാസം പോലും എടുത്ത് നമുക്ക് വിടാൻ പറ്റാത്ത രീതിയിലുള്ള പെയിൻ ആയിരുന്നു എനിക്ക് ആ പിറ്റേ ദിവസം എഴുന്നേറ്റ സമയത്ത് ഉണ്ടായിരുന്നത്. എന്നെ അവർ ഒരു വിധത്തിൽ എഴുന്നേൽപ്പിച്ചു. എനിക്ക് അനങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഓരോ മൂമെൻറ്റ്സിലും ഞാൻ കരയുമായിരുന്നു. കാരണം അത്ര പെയിൻഫുള്ളായിരുന്നു ഈ ഒരു സിസേറിയൻ്റെ ആ ഒരു പെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര പെയിൻഫുള്ളായിരുന്നു. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയൊക്കെയോ പാഡൊക്കെ ചേഞ്ച് ചെയ്തു, ഡ്രസ്സൊക്കെ മാറ്റി. അത് കഴിഞ്ഞിട്ട് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ അപ്പോൾ എന്നെ അങ്ങനെ വീൽ ചെയറിൽ ഇരുത്തി, അവർ എങ്ങനെയൊക്കെയോ വീൽ ചെയറിൽ ഇരുത്തി വാർഡിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ കൂടെ ലേബർ റൂമിൽ കിടന്ന ചേച്ചിമാർ അപ്പുറം ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു, കൊച്ചിനെ എടുക്കുന്നു, നടക്കുന്നു, എല്ലാം ചെയ്യുന്നു. എന്നെ മാത്രം 2-3 പേര് സപ്പോർട്ട് ചെയ്യുന്നു, താങ്ങി നിർത്തുന്നു. ഞാൻ മാത്രം ഭയങ്കര കരച്ചിൽ, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നോർമൽ ഡെലിവറി അന്നേരത്തെ ആ ഒരു പെയിൻ മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ അവർ ഓക്കെയാണ്. പക്ഷേ സിസേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് പെയിനൊന്നും ഫീൽ ചെയ്തില്ലെങ്കിൽ പോലും പിന്നീട് മരണവേദന എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ അനുഭവിക്കുകയാണ് ആ ഒരു സമയത്ത്. അപ്പോൾ അന്നേരം ഞാൻ ആ സിസേറിയൻ്റെ ടൈമിൽ ഒന്നും തന്നെ അറിഞ്ഞില്ലെങ്കിൽ പോലും പിന്നീട് അങ്ങടേക്കൊരു ഒരാഴ്ചത്തോളം നല്ല രീതിയിൽ ഒരാളുടെ ഹെൽപ്പില്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെയായിരുന്നു. നമുക്ക് ഏറ്റവും സങ്കടം, നമുക്ക് കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ ഒന്ന് ഫീഡ് ചെയ്യാനോ ഒരാളുടെ ഹെൽപ്പില്ലാതെ പറ്റില്ലായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സിസേറിയൻകാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇതായിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സിസേറിയൻ്റെ എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ നോർമൽ ഡെലിവറി ആവണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അതിനുള്ള ധൈര്യമില്ല. ഞാൻ അത്രയും പെയിനൊന്നും സഹിക്കില്ല. പക്ഷേ ഇതുപോലേ അല്ലായിരുന്നു എൻ്റെ സെക്കൻഡ് സിസേറിയൻ്റെ സ്റ്റോറി. ഇത് എന്താ പറയുക, ഒത്തിരി വേദന സഹിച്ചെങ്കിലും അതിനുശേഷം എനിക്ക് ഈ വാർഡിലേക്ക് മാറ്റിയ ശേഷം എനിക്ക് ചുമയും തുമ്മലൊക്കെ വന്നു. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ഇട്ടേക്കുന്നതിൻ്റെ ഒപ്പം നമുക്ക് ചുമയും കൂടി വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ പറയാൻ പറ്റില്ല. ഞാൻ ആ സ്റ്റിച്ച് ഇങ്ങനെ പൊത്തി പിടിച്ച് ചുമച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത ബെഡിലൊക്കെ കിടന്നിരുന്ന അമ്മമാരൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയും, അയ്യോ സ്റ്റിച്ച് പൊട്ടുമെന്ന് തോന്നുന്നു, അതുപോലെ കൊച്ചു ചുമയ്ക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം ഭയങ്കര എന്താ പറയുക, ചുമയും കൂടി വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നോർമൽ ഡെലിവറി
ചില എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ല നോർമൽ ഡെലിവറി ആവാത്തത്, അല്ലെങ്കിൽ സിസേറിയൻ ആവണം എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടല്ല സിസേറിയൻ ആവുന്നത്. ഏറ്റവും കോംപ്ലിക്കേഷൻ വരുന്ന സമയത്ത് കുഞ്ഞിനും അമ്മയ്ക്കും സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നതാണ് നോർമൽ ഡെലിവറി. പിന്നെ ചിലർ പറയാറുണ്ട് നോർമൽ ഡെലിവറിയിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞിനോട് മാത്രമേ അമ്മയ്ക്ക് സ്നേഹം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷെ അതൊക്കെ വെറുതെ പറയുന്നതാണ്. നോർമൽ ഡെലിവറി കഴിഞ്ഞ് ഉണ്ടായ എത്രയോ കുഞ്ഞുങ്ങളെ എത്രയോ അമ്മമാർ ഉപേക്ഷിച്ചിട്ട് പോകുന്നു, കൊന്നു കളയുന്നു. അതൊക്കെ നമ്മളിപ്പോൾ ന്യൂസിൽ കാണുന്നതാണ്. അപ്പം സിസേറിയൻ എന്ന് പറയുമ്പം അമ്മയുടെ ജീവൻ പോലും റിസ്ക് എടുത്തിട്ടാണ് ആ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്. അപ്പം അത്രയും വലിയൊരു കാര്യമാണ് സിസേറിയൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അത്രയും വലിയൊരു സർജറിയാണ് നടത്തുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു എല്ലാവരും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്. എന്നാലും ഈ പറയുന്ന പോലെ ഫസ്റ്റ് സിസേറിയൻ 20ാമത്തെ വയസ്സിൽ എന്ന് പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു. എന്തായാലും ഞാനത് എക്സ്പീരിയൻസ് ചെയ്തു. ലൈഫിലെ ഏറ്റവും വലിയൊരു മൊമെൻ്റായിരുന്നു. മോനെ എടുത്ത് എന്നെ കാണിച്ചതൊന്നും എൻ്റെ ഓർമ്മയിലില്ല. മോൻ കരഞ്ഞത് എൻ്റെ ഓർമ്മയിലില്ല. ജസ്റ്റ് ഇങ്ങനെ പൊക്കി കാണിച്ച ഓർമ്മയുണ്ട്. അന്നേരമൊക്കെ എൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് അവനെ ക്ലിയറായിട്ട് കാണാൻ പോലും പറ്റിയിരുന്നില്ല. പിന്നെ ഈ പെയിൻ കാരണം എനിക്കൊരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് അവനെ ഞാൻ മര്യാദയ്ക്ക് കാണുന്നത്. കാരണം ഈ ഒരു പെയിൻ കാരണം എനിക്ക് അവനെ നോക്കാനോ അവൻ്റെ അടുത്തോട്ട് നോക്കാനോ ഒന്നും എനിക്ക് സാധിച്ചിരുന്നില്ല. അപ്പം അത് കഴിഞ്ഞ് ഞാനൊരു 1 വീക്ക് കഴിഞ്ഞപ്പോഴാണ് കുറച്ചൊന്ന് ഓക്കെ ആയി വന്ന്. പിന്നെ വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഓക്കെ ആയി. അപ്പോൾ കുറച്ച് ടൈം എടുത്തു എനിക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി. ഇനി സെക്കൻഡ് ഡെലിവറി ഇതുപോലെ ഒന്നും ആയിരുന്നില്ല കേട്ടോ. ഇതിൽ നിന്നൊക്കെ ഒത്തിരി ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം സെക്കൻഡ് സ്റ്റോറി നിങ്ങൾ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.